ഇത് എൻ്റെ മിന്നുമോളാണ്. 2 ദിവസം മുന്നേ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്ത ആ സമയത്ത് ഇവൾ പറന്നുപോയിരുന്നു. പറന്നു പോയതിന് ശേഷം പിടിക്കാനൊക്കെ കുറേ ശ്രമിച്ചു. പക്ഷേ വളരെ ഉയരത്തിലേക്ക് മാത്രമേ പറക്കുന്നുള്ളൂ. അങ്ങനെ പിന്നെ മിസ്സായി. എങ്ങോട്ടാണ് പോയെന്ന് കണ്ടില്ല. അങ്ങനെ മിസ്സിങ്ങിൽ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചിട്ട് നോട്ടീസൊക്കെ ഇറക്കി വിട്ടു. പിറ്റേ ദിവസം ഏകദേശം വൈകിട്ട് പോയത് ഒരു 10 മണിക്കാണ്. എൻ്റെ മോന് സ്കൂളിൽ പോയ ടൈമിന് വാതിൽ തുറന്നിരുന്നു. അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോയി. പിന്നെ കാണാണ്ടായി. പിറ്റേ ദിവസം കിട്ടിയതാണ്. ഞങ്ങൾ മിസ്സായെന്ന് വിചാരിച്ചപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ച് വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം. പിറ്റേ ദിവസമാണ് ഏകദേശം ഒരു 32 മണിക്കൂറോളം കഴിഞ്ഞിട്ട്. ഹാൻഡ് ഫീഡ് ചെയ്തിട്ടേ ഉള്ളൂ, സെൽഫായിട്ട് ഭക്ഷണമൊന്നും കഴിക്കലില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടി. ഇങ്ങനെ രക്തമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് എൻ്റെ മോളെ നോക്കാൻ വേണ്ടി വന്നു. എൻ്റെ മോളെ പെറ്റാ, എന്നെക്കാട്ടിലും എൻ്റെ മോളെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അങ്ങനെ എന്താ പറയുക, എന്നെ കണ്ടപ്പോൾ അത് ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന നിങ്ങളും വല്ലാതെ ഒരു വിഷമത്തിലായിപ്പോൾ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇങ്ങനെയൊന്നുമല്ല. ഇന്നലെ രാത്രി ഞങ്ങൾക്ക് കിട്ടുമ്പോൾ അങ്ങനെ കാല് ഒന്ന് സ്ക്രാച്ചായതോ എന്താണെന്നറിയില്ല. ഈ സൈഡ് മൊത്തം ഒരു മരവിച്ച പോലെ. മോളിങ്ങനെ കിടക്കുക, ഭക്ഷണമൊന്നും കഴിച്ചിട്ട് ഈ കരച്ചിലെങ്ങിയ വേദന കൊണ്ടായിരിക്കും. എൻ്റെ നെഞ്ഞത്ത് ഇങ്ങനെ വന്ന് കിടന്ന് കുറേ കരഞ്ഞ് ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ എൻ്റെ അരിയത്താണ് കിടത്തി. ഇങ്ങനെ എൻ്റെ കൈ അതിനിങ്ങനെ ഒരു തൊട്ടുമ്പോൾ ഒരു സമാധാനം. നമ്മൾ കാണില്ല അതാ. പിന്നെ മോളെ മിന്നൂസേ വാ, മിന്നു മോള് വാ, മിന്നു വാ, മിന്നു മോള് വാ. അപ്പോൾ ഇന്നലെ ഡോക്ടറെ വിളിച്ചപ്പോൾ രാത്രി ഇല്ലായിരുന്നു. ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ വൈകിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്റേയും ഫെസിലിറ്റിയൊക്കെ അവിടെ ഉണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇനി ഏതറ്റം വരെ പോയിട്ട് ഇവളെ ശരിയാക്കി എടുക്കും. ഏയ് ഇവിടെ വാ, വാ ഇങ്ങോട്ടോ. ഇന്നോ ഇവിടെ വാടി, വാ. ഈ സൈഡ് മൊത്തം പോക്കാം. ഇവിടെ ഇറക്കുന്നുണ്ട്. ഇവിടുത്തെ തൂവലൊക്കെ